ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിന് ഡയറക്റ്റ് നോമിനേഷൻ. റോക്കിക്ക് ബിഗ് ബോസ് വിധിച്ച ശിക്ഷ. ജിൻഡോയുടെ നവരസങ്ങൾ. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് പോകാം. ലാലേട്ടൻ നമ്മുടെ ജിൻഡോയോട് ചോദിക്കുകയാണ്, അവിടെ നവരസങ്ങൾ കാണിക്കുന്ന ആളിനെ ഉണ്ട്, നിങ്ങൾക്കറിയോ അതാരാണെന്ന്. ക്ലിപ്പ് കാണിക്കുകയാണ് നമ്മുടെ ജിൻഡോയുടെ നവരസങ്ങൾ കാണിക്കുന്ന ഒരു ജിൻഡോ. കാരണം രൗദ്രഭാവം, ശൃംഗാരം എന്നൊക്കെ പറഞ്ഞ് മിററിൽ നോക്കിയിട്ട് ജിൻഡോ ചെയ്യുന്ന ഒരു വീഡിയോ അത് കാണിക്കുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ലാലേട്ടൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഐസ്ക്രീമിൻ്റെ കാര്യത്തിലും ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കുമൊക്കെ ഈ വഴക്കുണ്ടാക്കുമ്പോൾ ഇവിടെ ഒരാൾ നവരസം കാണിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അതിൽ ആ ഒരു പോയിന്റിലൂടെ എങ്കിലും ഗബ്രിക്ക് മനസ്സിലാവേണ്ടതാണ്, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്നതല്ല ഗെയിം, ഇതുപോലെ മൈൻഡ് ഗെയിം ചെയ്യണം എന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ജിൻഡോയെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുമോ, അതായത് നല്ലൊരു പ്ലെയർ ആണ്, നല്ലൊരു എതിരാളിയാണ് ഞങ്ങൾക്ക് ജിൻഡോ എന്നൊരു ചിന്ത വന്ന് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ജിൻഡോയായിട്ട് ആദ്യത്തെ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. നമുക്ക് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിന് ബിഗ് ബോസ് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ എവിക്ഷനിലേക്ക് അങ്ങനെ റോക്കി നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു കാര്യം നമ്മളെല്ലാവരും ഒരുപോലെ പറഞ്ഞതാണ്. റോക്കി നല്ലൊരു ഗെയിമറാണ്, റോക്കിക്ക് നല്ല നിലപാടുണ്ട്, പ്രതികരിക്കാൻ നല്ല ശേഷിയുണ്ട്. പക്ഷെ പ്രൊവോക്ഡ് ആവുന്നു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ശരിക്കും പ്രൊവോക്ഡ് ആക്കുന്നത്, റോക്കി പ്രൊവോക്കായി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി ഒന്നുകിൽ ഇവിടുന്ന് പുറത്ത് പോകണം, അല്ല എവിക്റ്റ് ആക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരവിടെ ചെയ്യുന്നതും സംസാരിക്കുന്നതും. പക്ഷെ നമ്മൾ പ്രൊവോക്ക് ആകും തോറും നമ്മുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നത് എന്ന കാര്യം റോക്കി മനസ്സിലാക്കേണ്ടതായിരുന്നു. അതേതായാലും ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യം ദേഷ്യം ഒക്കെ വരും, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യണം, ഭാഷ ശ്രദ്ധിക്കണം, സംസാര ശൈലി, ആക്ഷൻസ് ഒക്കെ ശ്രദ്ധിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ റോക്കി ഇതൊക്കെ നോക്കിയും കണ്ടും കളിക്കണം, എങ്കിലേ നല്ലൊരു ഗെയിമർ ഉണ്ടാവുള്ളൂ. റോക്കിക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങൾ നിൽക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമർ തന്നെയാണ് റോക്കി. റോക്കിയും ജിൻഡോയും നല്ല രണ്ട് കണ്ടസ്റ്റൻസ് ആണ്, നല്ല രണ്ട് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഇവർ ടോപ്പ് 5-ൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം ഇവരിൽ ആരൊക്കെ നന്നായിട്ട് കളിക്കും, അടുത്ത ആഴ്ചയിൽ ആരൊക്കെ ഉണ്ടാകും, എങ്ങനെയൊക്കെ ഇനി ഇവരുടെ ഗെയിം ചേഞ്ച് ആകും വരും ദിവസങ്ങളിൽ എന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും അപ്ഡേഷനും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.